ജടയങ്കാവിൽ സമർപ്പിക്കപ്പെടുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തെ സംബന്ധിച്ചിടത്തോളം നാളെ യജ്ഞത്തിൻ്റെ 5-ാം ദിവസമാണ്. 5-ാം ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, 5-ാം ദിവസം ഭഗവാന്റെ തൃക്കല്യാണ കഥാപ്രകരണം പാരായണം ചെയ്യുന്ന ധന്യമുഹൂർത്തമാണ്. അന്നേരം നാളെ സജ്ജനങ്ങളുടെ സാന്നിധ്യം വളരെയേറെ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അന്നേരം ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് രുക്മിണീ സ്വയംവര കഥാപ്രകരണം പറഞ്ഞു വെക്കുന്നത് ജീവാത്മ പരമാത്മ ഐക്യത്തെയാണ്. ജീവാത്മ പരമാത്മ ഐക്യമെന്ന് പറയുന്നത് ജീവൻ പരമാത്മാവിനെ പ്രാപിക്കുവാൻ ത്യാഗോജ്ജലമായ ജീവിതം നയിക്കണമെന്ന ഒരു സന്ദേശത്തെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു കഥാപ്രകരണമാണ് ഈ രുക്മിണീ സ്വയംവരം എന്ന കഥാപ്രകരണം. പഞ്ചേന്ദ്രിയങ്ങളുടെ തടവറയിൽ കിടക്കുന്ന ജീവൻ, ആ പഞ്ചേന്ദ്രിയങ്ങളുടെ തടവറയിൽ കിടക്കുന്ന ജീവന് ഈശ്വരനെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം, എന്നാൽ അതിനെ പ്രാപിക്കുവാൻ സമ്മതിക്കാത്തത് പഞ്ചേന്ദ്രിയങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിദർഭ രാജ്യത്തെ രാജാവായിരുന്ന ഭീഷ്മകന്റെ പുത്രി രുക്മിണീ ദേവി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഭർത്താവായി ലഭിക്കണമെന്ന് കരുതിക്കൊണ്ട് വ്രതാനുഷ്ഠാനത്തോടു കൂടി കഴിയുകയാണ്. അങ്ങനെ കഴിയുന്ന സമയത്താണ് രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശി, രുക്മാലി തുടങ്ങിയിരിക്കുന്ന ഈ വിദർഭ രാജ്യത്തെ രാജാവായ ഭീഷ്മകന്റെ പുത്രന്മാര്, രുക്മിണിയുടെ സഹോദരന്മാർ, അവര് ദമഘോഷന്റെ പുത്രനായിരിക്കുന്ന ശിശുപാലനുമായിട്ട് രുക്മിണീ ദേവിയുടെ വിവാഹത്തെ ഉറപ്പിക്കുന്നു. അങ്ങനെ വിവാഹം ദിവസം വരുമ്പോൾ ആ വിവാഹ ദിവസം തലേ ദിവസം തന്നെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അടുക്കലേക്ക് തന്റെ മനോവൃത്താന്തത്തെ അറിയിച്ചുകൊണ്ട് പറഞ്ഞു വിടുകയാണ് രുക്മിണീ ദേവി. അങ്ങനെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനിൽ നിന്ന് രുക്മിണീ ദേവിയുടെ മനോവൃത്താന്തം അറിയുന്ന ഭഗവാൻ ശൈവം, സുഗ്രീവം, ബലാഹകം, മേഘപുഷ്പം തുടങ്ങിയ തന്റെ 4 നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ തേരിലേറി തന്റെ തേരാളിയാകുന്ന ദാരുകനോടൊത്ത് വിദർഭയിലേക്ക് ചെല്ലുകയാണ്. ആ വിദർഭയിലേക്ക് ചെല്ലുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന് അവിടെ കൊടുക്കുന്ന സ്വീകരണം, വിദർഭ രാജാവ് കൊടുക്കുന്ന സ്വീകരണം തന്റെ മകളുടെ ഭർത്താവായി വരാൻ പോകുന്ന ഒരു വരന് നൽകുന്ന സ്വീകരണത്തെയാണ് നൽകുന്നത്. അവിടെ ഈ രുക്മരഥൻ തുടങ്ങിയിരിക്കുന്നവരെല്ലാം, അവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് രാജാക്കന്മാർ, അവരുടെ എല്ലാം ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഈ രുക്മിണീ ദേവിയെ ശിശുപാലന് നൽകണം എന്നുള്ളതാണ്. ഇത്തരം പഞ്ചേന്ദ്രിയങ്ങളാണ് ഇവരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം പഞ്ചേന്ദ്രിയങ്ങളുടെ എപ്പോഴും ലക്ഷ്യമെന്ന് പറയുന്നത് ജീവനെ അർദ്ധേക്ഷണം, പുത്രേക്ഷണം, ധാരേക്ഷണം തുടങ്ങിയ ക്ഷണത്രയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത്തരം അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ കഠിനമായ പരിശ്രമം ഉണ്ടാകണം, അതിന് ജ്ഞാനമുണ്ടാകണം. ഇവിടെ ബ്രാഹ്മണനിലൂടെ നാം കാണേണ്ടത് ജ്ഞാനത്തെയാണ്. ജീവൻ മോക്ഷഗതിയെ പ്രാപിക്കുവാനുള്ളതായിരിക്കുന്ന ആത്മജ്ഞാനത്തെ നേടിയെടുക്കുമ്പോൾ ഈശ്വരൻ അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള ഒരു വലിയ തത്വത്തെ രുക്മിണീ സ്വയംവര കഥാപ്രകരണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സജ്ജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം നാളെ നടക്കുന്ന ജടയങ്കാവ് ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ രുക്മിണീ സ്വയംവര കഥാപ്രകരണ ഭാവങ്ങളെ സ്വീകരിക്കുവാൻ ഉണ്ടാകണം എന്നുകൂടി അറിയിച്ചു കൊള്ളുകയാണ്. നമ്മൾ അനേകം ക്ഷേത്രങ്ങളിൽ സപ്താഹവും ദേവീ ഭാഗവത യജ്ഞവും ഒക്കെ ആയിട്ട് പോകാറുണ്ട്. എന്നാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ജടയങ്കാവിൽ വരുമ്പോഴുണ്ടാകുന്നത്. എന്തെന്നാൽ വളരെ താല്പര്യത്തോടുകൂടി ഭാഗവതം എന്ന ഈ ശാസ്ത്രഗ്രന്ഥത്തെ സമീപിക്കുന്നവരാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ. അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നടക്കുന്നതായിരിക്കുന്ന ആധ്യാത്മിക പ്രവർത്തനം അത്ര വലുതാണ് എന്നുള്ളതാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, അത് പ്രത്യേകിച്ച് ഇവിടുത്തെ മാതൃസമിതി അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കുട്ടികളെയെല്ലാം ആധ്യാത്മിക ബോധത്തിലൂടെ വളർത്തിയെടുക്കുവാനുള്ള കഠിനമായ പരിശ്രമം അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നു എങ്കിലും ഇവിടുത്തെ അനുഭവം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുകൂടി അറിയിച്ചു കൊള്ളുകയാണ്.